ചെറുതെങ്കിലും ഇമ്മിണി വലിയ കാര്യം. പണ്ടൊക്കെ നമ്മളൊരു വാർത്ത കേട്ടിട്ടുണ്ട്, അജ്ഞാത ജീവിയുടെ ആക്രമണം എന്നൊക്കെ. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ഒരു പരിചയവുമില്ലാത്ത ഒരു ജീവിയായിരിക്കാം അത് എന്ന് വിശ്വസിച്ചു തുടങ്ങുമ്പോൾ പിടിക്കപ്പെടുന്നത് വല്ല പുലിയോ നരിയോ കഴുതപ്പുലിയോ ഒക്കെയാവും. എന്നാൽ നമ്മളെ ഭയപ്പെടുത്തിയ ഒരു അജ്ഞാത ജീവി ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ നമ്മൾ കണ്ടത് ജീവനോടെ ആയിരുന്നില്ല. ന്യൂയോർക്കിലെ മോണ്ടാക്കിനടുത്ത് ഡിഷ് ബീച്ചിൽ അങ്ങനെ ഒരു അജ്ഞാത ജീവിയുടെ മൃതദേഹം 2008 അടിഞ്ഞിരുന്നു. ഒരു നായയോട് സാമ്യമുള്ള ശരീരവും ഉരുകങ്ങളോട് സാമ്യമുള്ള കൈകാലുകളും പക്ഷിയുടെ കൊക്കുമുള്ള ഒരു അജ്ഞാത ജീവി. അതിനെ അറിയപ്പെട്ടത് മോണ്ടാക് മോൺസ്റ്റർ എന്നാണ്. അതേക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നു. പലരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് അങ്ങനൊരു ജീവി പ്ലം ഐലൻഡിൽ നിന്നും രക്ഷപ്പെട്ടതാകാം എന്നാണ്. ആ ഒരു ചർച്ചയിലാണ് പലരും പ്ലം ഐലൻഡ് എന്നൊരു പേര് പോലും കേൾക്കുന്നത്. അങ്ങനൊരു ജീവി ആ തീരത്തടിയാൻ ഏറ്റവും സാധ്യതയുള്ളതും ആ ദ്വീപിൽ നിന്നുമാണ്. ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ ആ ദ്വീപിൽ ചില പരീക്ഷണശാലകൾ ഉണ്ട് എന്നും അവിടെ ഭയപ്പെടുത്തുന്നതും അറപ്പുളവാക്കുന്നതുമായ ഒരുപാട് പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നും ഒരു വലിയ ശതമാനം ആളുകൾ ഇന്നും വിശ്വസിക്കുന്നു. മൃഗങ്ങളെ കീറിമുറിച്ച് മറ്റ് മൃഗങ്ങളുടെ ശരീരഭാഗങ്ങളുമായി തുന്നിച്ചേർക്കുന്ന പരീക്ഷണങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നും ചില വൈറസുകളെ പരീക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ നിന്നും ചില രോഗങ്ങൾ പരക്കുന്നുണ്ട് എന്നും ഒരു വലിയ ശതമാനം ആളുകൾ വിശ്വസിക്കുന്നു. ലോകത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പ്രതിവർഷം മരിച്ചുകൊണ്ടിരിക്കുന്ന ലൈം ഡിസീസ് അവിടെ നിന്നും ആരംഭിച്ചതാണ് എന്ന് വിശ്വസിക്കുന്നവരും കുറവല്ല. പ്ലം ഐലൻഡ് ആനിമൽ ഡിസീസ് സെന്ററിലാണ് ഇത്തരം പരീക്ഷണങ്ങൾ നടക്കുന്നത് എന്നും അവിടെ നിന്നുമാണ് ഇത്തരം ഭീകര സത്വങ്ങൾക്ക് ജന്മം നൽകുന്നത് എന്നും അവർ വിശ്വസിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പേ മുതൽ തന്നെ ഈ ഒരു ദ്വീപിനെ കുറിച്ച് ഒരുപാട് കഥകൾ പരക്കുന്നുണ്ടായിരുന്നു. 1897 ന്യൂയോർക്കിൽ നിന്നും ഏതാണ്ട് 90 മൈൽ വിട്ടുമാറി കിടക്കുന്ന ഈ ഒരു ദ്വീപിൽ ഫോർട്ട് എറി മിലിറ്ററി ബേസ് നിർമ്മിക്കുന്നത്. അതിന്റെ നിർമ്മാണത്തിനും ഒരു വർഷത്തിന് ശേഷമാണ് സ്പാനിഷ് അമേരിക്കൻ യുദ്ധം സംഭവിക്കുന്നത്. ആ സമയത്ത് തന്നെ ഒരുപാട് ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചിരുന്ന ഈ ഒരു ദ്വീപിനെ കോസ്റ്റൽ ഡിഫൻസ് ബേസ് ആയി കണക്കാക്കിയിരുന്നു. അന്നു മുതൽ തന്നെ ഇവിടം ഒരുപാട് പരീക്ഷണങ്ങൾക്ക് കേന്ദ്രമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സാധാരണ ജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ആ ദ്വീപ് അതോടെ ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ പ്രദേശമായി പ്രചരിക്കപ്പെട്ടു. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് പല പ്രമുഖരായ ശാസ്ത്രജ്ഞരും അവിടേക്ക് വന്നെത്തിയതായും അമേരിക്കയ്ക്ക് വേണ്ടി പല പരീക്ഷണങ്ങളും നടത്തിയതായും പറയപ്പെടുന്നു. 1945 മുതൽ 1959 വരെ ജോയിന്റ് ഇന്റലിജൻസ് പ്രോഗ്രാമിന്റെ ഭാഗമായി ആയിരക്കണക്കിന് ജർമ്മൻ സയന്റിസ്റ്റുകളെയും എഞ്ചിനീയർമാരെയും അവിടെ പാർപ്പിച്ചിരുന്നു. 840 ഏക്കറിൽ ഏതാണ്ട് 70ഓളം കെട്ടിടങ്ങളിലായി പവർ പ്ലാന്റ്, ഫയർ ഡിപ്പാർട്ട്മെന്റ്, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, സെക്യൂരിറ്റി ഫോഴ്സ് ഓഫീസുകൾ എന്നിവ പരന്നു കിടക്കുന്നു. ഒരു പക്ഷിക്ക് പോലും പ്ലം ഐലൻഡിലെ സെക്യൂരിറ്റി ഫോഴ്സിനെ കടന്ന് അതിനുള്ളിലേക്ക് കടക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അതിശയോക്തിയല്ല. അവിടുത്തെ സെക്യൂരിറ്റി ഫോഴ്സും സ്നൈപ്പർ ഫോഴ്സും അതിന് അനുവദിക്കുകയില്ല. അവരുടെ സമ്മതമില്ലാതെ ഒരു ജീവി അതിനുള്ളിലേക്ക് കടന്നാൽ അതിൻ്റെ മൃതദേഹം കടലിൽ മുങ്ങി താഴാറാണ് പതിവ്. ഒരു തരത്തിലും അസുഖങ്ങളോ മറ്റ് രോഗാണുക്കളോ ദ്വീപിനുള്ളിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയ്ക്കും തീവ്രമായ സെക്യൂരിറ്റി ഫോഴ്സ് എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. എന്നാൽ പ്ലം ഐലൻഡിനുള്ളിലും ചില അസുഖങ്ങൾ പരന്നിട്ടുണ്ടായിരുന്നു. അവിടെ പരീക്ഷണങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ചില ജീവികളിലേക്ക് അസുഖങ്ങൾ പടർന്നതായും അവ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയതായും റിപ്പോർട്ടുകൾ പറയുന്നു. അതിസൂക്ഷ്മമായ പരിശോധനയിലൂടെ മാത്രമാണ് ദ്വീപിനകത്തേക്കും ദ്വീപിന് പുറത്തേക്കും ആളുകൾ പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും എങ്ങനെയാണ് ഇങ്ങനൊരു ദ്വീപിൽ അസുഖം പടർന്നത്? അതിന് കാരണമായി പറയപ്പെടുന്നത് അവിടെ നടക്കുന്ന രഹസ്യ സ്വഭാവമുള്ള ചില പരീക്ഷണങ്ങളാണ് എന്നതാണ്. 1929 ഫൂട്ട് ആൻഡ് മൗത്ത് ഡിസീസ് എന്നൊരു അസുഖം അമേരിക്കയിൽ മുഴുവൻ പടർന്നിരുന്നു. കന്നുകാലികളിലും കുഞ്ഞുങ്ങളിലും കാണാൻ സാധിക്കുന്ന ഈ പകർച്ചവ്യാധി വർഷങ്ങൾക്ക് ശേഷം 2004 പ്ലം ഐലൻഡിലും പടർന്നതായി പറയുന്നു. മൃഗങ്ങളിൽ നടക്കുന്ന എന്തോ പരീക്ഷണങ്ങളെ തുടർന്നാകാം ആർക്കും പ്രവേശനമില്ലാത്ത ഈ ദ്വീപിൽ മാത്രം ഇങ്ങനെ ചിലത് സംഭവിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവർ കുറവല്ല. ഈ വിഷയങ്ങളെക്കുറിച്ച് ഗവൺമെന്റിനും കൃത്യമായ ബോധ്യമുണ്ട് എന്നും അവർ മനഃപൂർവ്വം ജനങ്ങളിൽ നിന്നും എന്തോ മറയ്ക്കുകയാണ് എന്നും അവർ വിശ്വസിക്കുന്നു. 1992 ചില ശക്തമായ പ്രതിഷേധങ്ങൾ കാരണം ഏതാനും ചില ജേർണലിസ്റ്റുകൾക്ക് അതിനകത്തേക്ക് കടക്കാനുള്ള അനുവാദം ലഭിച്ചു. എന്നാൽ കൃത്യമായി അനുവദിക്കപ്പെട്ട പാതയിലൂടെ മാത്രമേ സഞ്ചരിക്കാവൂ എന്ന താക്കീതോടുകൂടി. അത് വെറും പ്രഹസനം മാത്രമായിരുന്നു എന്നും രഹസ്യ സ്വഭാവമുള്ള എന്തൊക്കെയോ വിഷയങ്ങളാണ് അതിനുള്ളിൽ പ്രവർത്തിക്കുന്നത് എന്നും അവിടെ നിന്നും പുറത്തു വന്ന പല ജേർണലിസ്റ്റുകളും റിപ്പോർട്ട് ചെയ്തിരുന്നു. 2004 പുറത്തിറങ്ങിയ മൈക്കൽ കരോളിന്റെ ലാബ് 257 എന്ന പുസ്തകത്തിൽ ഗവൺമെന്റിന്റെ രഹസ്യദ്വീപായ പ്ലം ഐലൻഡിനെ ഒരു ബയോളജിക്കൽ ബോംബായാണ് വിശദീകരിക്കുന്നത്. അതിൽ ഈ ദ്വീപിൽ പൊട്ടിപ്പുറപ്പെട്ട പ്രധാനപ്പെട്ട 3 പകർച്ചവ്യാധികളെക്കുറിച്ചും വിശദീകരിക്കുന്നുണ്ട്. 1967 ഡച്ച് ഡക്ക് പ്ലേഗ്,
1975 ലൈം ഡിസീസ്, 1999 വെസ്റ്റ് നൈൽ ഫീവർ എന്നീ അസുഖങ്ങൾ ഈ ദ്വീപിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ടതാകാം എന്നതാണ് കരോളിന്റെ കണ്ടെത്തൽ. മൃഗങ്ങളുടെ ശരീരഭാഗങ്ങൾ തുന്നിച്ചേർത്ത് ചില ഭീകര സത്വങ്ങൾക്ക് അവിടെ ജന്മം നൽകുന്നുണ്ട് എന്നൊരു സിദ്ധാന്തമുണ്ട്. 1995 അമേരിക്കയിലെയും മെക്സിക്കോയിലെയും ചില ആളുകൾക്ക് അങ്ങനെ ചില അനുഭവങ്ങളുണ്ട്. പ്രഭാതത്തിൽ അവർ സാക്ഷികളായത് ഒരു തുള്ളി രക്തം പോലുമില്ലാത്ത ആടുകളുടെ മൃതശരീരങ്ങൾക്കാണ്. രാത്രികാലങ്ങളിൽ ആരോ വന്ന് ആടുകളുടെ ചോര ഊറ്റിക്കുടിച്ച് അവയെ കൊല്ലുന്നു. അതേക്കുറിച്ച് ഒരുപാട് ഭയപ്പെടുത്തുന്ന കഥകളും പരന്നിരുന്നു. എന്നിരുന്നാലും അതിന്റെ കാരണക്കാരനെ കണ്ടെത്താൻ കർഷകർ തീരുമാനിച്ചു. രാത്രിയിൽ അവർ കാത്തിരുന്നു. അവർ കണ്ടത് ഒരു ഭീകര സത്വത്തെയായിരുന്നു. ഒരു കരടിയുടെ വലുപ്പമുള്ള, കങ്കാരുവിനോട് സാമ്യം തോന്നുന്ന കാലും വാലുമുള്ള, തല മുതൽ വാലിന്റെ അറ്റം വരെ നീളം മുള്ളുകളും ഏതാണ്ട് 4 മുതൽ 5 അടി വരെ ഉയരവുമുള്ള ഒരു അജ്ഞാത ജീവി. അത് ആടുകളുടെ കഴുത്തിൽ കടിച്ച് നിമിഷ നേരം കൊണ്ട് ചോര വലിച്ചു കുടിച്ച് ചാടി പോകുന്നത് പലരും നേരിട്ട് കണ്ടു. അമേരിക്കയിലും മെക്സിക്കോയിലുമുള്ള ആടുകളെ നഷ്ടപ്പെട്ട കർഷകർ ഏതാണ്ട് സമാനമായ രൂപം തന്നെയാണ് വിശദീകരിച്ചത്. അതിനെ ചുപ്പാകബ്ര എന്നാണ് അവർ വിളിച്ചത്. ചുപ്പ എന്നാൽ വലിച്ചു കുടിക്കുക എന്നും കബ്ര എന്നാൽ ആട് എന്നുമാണ് അർത്ഥം. അതായത് ആടിന്റെ ചോര വലിച്ചു കുടിക്കുന്ന ജീവി. ആ ജീവിക്ക് ചാരനിറവും മേലാസകലം ചെതുമ്പലുകളും മുള്ളുമുള്ളതായി സാക്ഷികൾ പറയുന്നു. പ്ലം ഐലൻഡിലാണ് ഈ ജീവിയെ സൃഷ്ടിച്ചത് എന്നും അത് അവിടെ നിന്നും രക്ഷപ്പെട്ടതാണ് എന്നും പലരും വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനേക്കാൾ ഭീകരമായ പല ജീവികളെയും അവിടെ സൃഷ്ടിക്കുന്നതായും അവർ വിശ്വസിക്കുന്നു. അങ്ങനെയിരിക്കെ ഡിഷ് ബീച്ചിൽ അടിഞ്ഞ അജ്ഞാത ജീവി പ്ലം ഐലൻഡിൽ നിന്നും രക്ഷപ്പെട്ടതായിരിക്കാമെന്ന് വിശ്വസിക്കുന്നതിൽ തെറ്റു പറയാൻ സാധിക്കുമോ? 2003 മുമ്പ് ഡിഷ് ബീച്ചിൽ വെച്ച് ഒരു അജ്ഞാത ജീവി തന്നെ ആക്രമിച്ചതായി ഒരാൾ പരാതിപ്പെട്ടിരുന്നു. ഒരു കൂട്ടം മത്സ്യത്തൊഴിലാളികൾ കടലിൽ പാമ്പ് പോലെ ഒരു ഭീകരജീവിയെ കണ്ടതായും പറയപ്പെടുന്നു. മൃഗങ്ങളിൽ മാത്രമല്ല മനുഷ്യരിലും ചില പരീക്ഷണങ്ങൾ പ്ലം ഐലൻഡിൽ നടക്കുന്നുണ്ട് എന്നതിന്റെ തെളിവുകളും കണ്ടെത്തിയിരുന്നു. 2010 പ്ലം ഐലൻഡിന്റെ തീരത്ത് വെച്ച് ഒരു മനുഷ്യന്റെ മൃതദേഹം കണ്ടെത്തി. അയാളുടെ വിരലുകൾ തുന്നിച്ചേർത്ത നിലയിൽ നീളമുള്ളതായിരുന്നു. അയാളുടെ തലയോട്ടിയിൽ ഡ്രില്ല് ചെയ്തതുപോലെ 5 ദ്വാരങ്ങളും കണ്ടെത്തിയിരുന്നു. ഇതുവരെ പറഞ്ഞതെല്ലാം പല വെബ്സൈറ്റുകളിലും പല വീഡിയോകളിലും പ്ലം ഐലൻഡിനെ കുറിച്ച് വിശദീകരിച്ച വിഷയങ്ങളാണ്. അതിൽ ബഹുഭൂരിപക്ഷവും പലർക്കും നേരിട്ടുണ്ടായ, പലരും നേരിട്ട് അനുഭവിച്ച വിഷയങ്ങളാണ് എന്നും പറഞ്ഞല്ലോ. 2006 പ്രചരിക്കപ്പെട്ട മോണ്ടാക് മോൺസ്റ്ററിനെ അധികമാരും മറക്കാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു ജീവി ഡിഷ് ബീച്ചിൽ അടിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന് പിന്നിൽ ഉറപ്പായും ഒരു ദുരൂഹത ഉണ്ടായിരിക്കും. കാരണം ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു തരം ജീവിയായിരുന്നു അത്. അങ്ങനെയെങ്കിൽ അതേക്കുറിച്ച് ഒരു അന്വേഷണം നടക്കേണ്ടതല്ലേ? ശരിയാണ്, അന്വേഷണങ്ങൾ നടന്നിട്ടുമുണ്ട്. മോണ്ടാക് മോൺസ്റ്റർ എന്നതുപോലെ ഈഗിൾ ഡോഗ് എന്നും ബേർഡ് ഫേസ്ഡ് റക്കൂൺ എന്നും ആ ജീവി അറിയപ്പെട്ടിരുന്നു. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്, എന്നാൽ അത് പൂർണ്ണമല്ല. ഏവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു ജീവി അവിടെ അടിഞ്ഞിരുന്നു എന്നത് സത്യം തന്നെയാണ്. എന്നാൽ അത് അങ്ങനെ പ്രചരിക്കപ്പെട്ടതുപോലെ ഒരു അത്ഭുത ജീവിയല്ല. അതൊരു റക്കൂണായിരുന്നു. കടലിൽ കിടന്ന് ജീർണിച്ച് അതിന്റെ രോമം മുഴുവൻ നഷ്ടപ്പെട്ടിരുന്നു. അതിന്റെ മുൻഭാഗത്തെ പല്ലടങ്ങുന്ന ഭാഗം അഴുകി നഷ്ടപ്പെട്ടത് കൊണ്ടാണ് അതിന്റെ മുഖത്തിന് ഒരു പക്ഷിയോട് സാമ്യം തോന്നിയത്. ശേഷം സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ മുന്നേ തന്നെ വിശദീകരിച്ചു. ഏതാണ്ട് ഇതുപോലെ തന്നെയായിരിക്കാം പ്ലം ഐലൻഡിന്റെ തീരത്ത് കണ്ടെത്തിയ മൃതദേഹത്തിന്റെയും അവസ്ഥ. അയാളുടെ മരണത്തിനും എത്രയോ മുമ്പ് സംഭവിച്ച ഒരു അപകടത്തിന് ശേഷം നടന്ന ശസ്ത്രക്രിയയുടെ ഭാഗമായിരിക്കാം വിരലുകളിൽ കണ്ട തുന്നിക്കെട്ടലുകളും തലയോട്ടിയിൽ കണ്ട ഓട്ടകളും എന്ന് പറയപ്പെടുന്നു. ഇനി ചുപ്പാകാബ്ര. കാലങ്ങൾക്ക് മുമ്പേ മുതൽ തന്നെ നാടോടി കഥകളിൽ പ്രചരിക്കുന്ന ഒരു കഥാപാത്രമാണ് ചുപ്പാകാബ്ര. ആടുകളുടെ ചോര കുടിക്കുന്ന ഒരു ഭീകരജീവി. എന്നാൽ ഏതോ ഒരു ജീവിയെ കണ്ട് ആരോ അത് ചുപ്പാകാബ്രയാണ് എന്ന് പറഞ്ഞതായിരിക്കാം. എന്നാൽ ആ കണ്ട ജീവി ഏതാണ് എന്ന് ചോദിച്ചാൽ അതിനെനിക്ക് ഉത്തരമില്ല. അത് ഉത്തരമില്ലാത്തൊരു ചോദ്യം തന്നെയാണ്. പ്ലം ഐലൻഡിനെ കുറിച്ച് ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ കഥകളും ഗൂഢാലോചന സിദ്ധാന്തങ്ങളും ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ഗവൺമെന്റിന്റെ രഹസ്യ സ്വഭാവമുള്ള എന്തെങ്കിലും പരീക്ഷണങ്ങൾ അവിടെ നടക്കുന്നത് കൊണ്ട് തന്നെയായിരിക്കാം അവിടേക്ക് പ്രവേശനം അനുവദിക്കാത്തത്. അതുകൊണ്ട് തന്നെയാണ് അതേക്കുറിച്ച് ഒരുപാട് കഥകൾ പരക്കുന്നത്. എന്നിരുന്നാലും പ്ലം ഐലൻഡ് അതിൻ്റെതായ ദുരൂഹത നിറഞ്ഞ കഥകളിൽ നിറഞ്ഞു.